നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ദ ക്രൗഡ് എന്ന സിനിമയെ പറ്റിയാണ്. സാധാരണ ഡിസാസ്റ്റർ സിനിമകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ നാശനഷ്ടങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രളയം, ഭൂകമ്പം അങ്ങനെയുള്ള അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. പക്ഷേ ഈ സിനിമ നമ്മളെ കാണിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയ ഒരു ആശയമാണ്. ഒരു പ്രളയത്തിൽ കുടുങ്ങിയൊരു ഭീകരമായ അവസ്ഥ, അതോടൊപ്പം തന്നെ ജീവന് ഭീഷണിയായ ക്രൊക്കഡൈൽ അറ്റാക്ക്. അപ്പോൾ ഇതാണ് ഈ സിനിമയുടെ ഒരു കോർ. ക്രൗഡ് ഒരു ഫ്ലഡ് ബേസ്ഡ് സർവൈവൽ ഡിസാസ്റ്റർ സിനിമയാണ്. കഥ തുടങ്ങുന്നത് ഒരു പ്രളയ സാഹചര്യത്തിലാണ്. വെള്ളം പതുക്കെ പതുക്കെ വരുന്നു. അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ ഒരു ക്ലോസ്ഡ് സ്പേസിൽ കുടുങ്ങി പോകുന്നതാണ് കഥ. പക്ഷേ ഇവിടെ റിയൽ ഡേഞ്ചർ എന്ന് പറയുന്നത് ഫ്ലഡ് മാത്രമല്ല, വെള്ളത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രോക്കഡൈൽസ് ആണ് ഈ സിനിമയുടെ ബിഗ്ഗസ്റ്റ് ത്രെഡ് എന്ന് പറയുന്നത്. ഈ സിനിമ ടോട്ടലി ഡിഫറെൻ്റ് ആക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഒരു വശത്ത് വെള്ളം വരുന്നു, അതുപോലെ തന്നെ മറുവശത്ത് എസ്കേപ്പ് ചെയ്യാൻ വഴികൾ കുറയുന്നു. ഏത് നിമിഷവും ക്രോക്കഡൈൽ അറ്റാക്ക് ഉണ്ടാകുന്നു. ഇതൊരു ഡ്യുവൽ ഡിസാസ്റ്റർ സിറ്റുവേഷൻ ആണ്. അതായത് നാച്ചുറൽ ഡിസാസ്റ്ററും പ്രെഡേറ്റർ ത്രെഡും രണ്ട് അപകടങ്ങളും ഒരുമിച്ച് വരുമ്പോൾ സർവൈവൽ വളരെ ഡിഫിക്കൽട്ടായി മാറുന്നുണ്ട്. ഓരോ നിമിഷവും ടെൻഷൻ കാരണം വ്യൂവേഴ്സിന് ക്യൂരിയോസിറ്റി കൂടുന്നു. കാരണം ഇതിലെ ക്യാരക്ടേഴ്സ് ഓരോ സീൻസിലും സേഫ് അല്ല. വെള്ളത്തിൽ ഇറങ്ങിയാലും അപകടം, അതുപോലെ തന്നെ എവിടെ നിന്നാലും അപകടം. ക്രോക്കഡൈൽ അറ്റാക്ക് സീൻസ് സിനിമയുടെ ഏറ്റവും ഇൻറ്റൻസ് ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ പ്രെഡിക്റ്റബിൾ അല്ലാത്ത രീതിയിൽ വരുന്ന സഡൻ ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു കോൺസ്റ്റന്റ് ഫിയർ ഉണ്ടാകും. ഇവിടെ ഹീറോയിസം ഇല്ല, അതുപോലെ തന്നെ വലിയ ഡയലോഗ്സ് ഇല്ല. ജീവിക്കാൻ വേണ്ടിയിട്ട് പോരാടുന്ന ഒരു സാധാരണ മനുഷ്യന്റെ സ്ട്രഗിൾ മാത്രമാണ് ഈ ഒരു ഫിലിമിൽ കൂടി കാണിക്കുന്നത്. ഒരു വശത്ത് ഫിസിക്കൽ സ്ട്രഗിളും മറ്റൊരു വശത്ത് മെന്റൽ പ്രഷറും. അതായത് ഇവിടെ നിന്ന് രക്ഷപ്പെടുമോ എന്നൊരു ഡൗട്ട്, ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷൻ തന്നെയാണ് ഈ സിനിമയുടെ മെയിൻ ഇമ്പാക്റ്റ്. ഹോണസ്റ്റായി പറയുമ്പോൾ ചില ഭാഗങ്ങളിലെ സീൻസ് പ്രെഡിക്റ്റബിൾ ആയി തോന്നാം. ക്രോക്കഡൈൽ അറ്റാക്ക് പാറ്റേൺ ചിലപ്പോൾ ഗെസ് ചെയ്യാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ സ്റ്റോറി വളരെ സിമ്പിളാണ്, അതുകൊണ്ട് ഡെപ്ത് കുറവായും തോന്നാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ സിനിമയുടെ സ്ട്രെങ്ത് അതിൻ്റെ സിംപ്ലിസിറ്റി തന്നെയാണ്. ഒരു സിറ്റുവേഷൻ അതുപോലെ തന്നെ ഒരു ലക്ഷ്യമാണ് ഇതിൽ മെയിൻ. അതായത് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ എയിം ആയിട്ട് വരുന്നത്. ഓവറോളായി നോക്കുമ്പോൾ ഈ ഫിലിം ഒരു സർവൈവൽ ഡിസാസ്റ്റർ എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. പ്രളയവും ക്രൊക്കഡൈൽ അറ്റാക്കും കൂടി ചേർന്ന ഒരു ഫിലിമാണിത്. വലിയ രീതിയിൽ ഇത് ദുരന്തമൊന്നും കാണിക്കുന്നില്ലെങ്കിൽ ഈ സിനിമ നമ്മളൊരു ഡേഞ്ചറസ് സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ദുരന്തം എല്ലായ്പ്പോഴും വലിയതായിരിക്കണമെന്നില്ല. സർവൈവൽ ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക്, എസ്പെഷ്യലി ആനിമൽ അറ്റാക്ക് എലമെന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ ഉറപ്പായിട്ടും ഇഷ്ടമാകും. താങ്ക് യു.